ഉണ്ണിമൂന്നിന്റെ വിളയാട്ടം. ഉണ്ണിമൂന്നിന് ഒറിജിനൽ മാർക്കാണ്, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക്. മാർക്ക് എന്ന് പറയും, ഇതാണ് മാർക്കോ. എങ്ങനെയുണ്ട് മാർക്കോ? കലിപ്പ് മാർക്കോ? മാർക്ക് എന്ന് പറയും, ഇതാണ് മാർക്കോ. വേറെ ഒന്നും പറയില്ല. മാസത്തോടെ കൊല മാസ. ഉണ്ണിമൂന്നിന്റെ വിളയാട്ടോ. അടിയോടടി ഇടിയോടിടി. എന്താ വേണ്ടേ നിങ്ങൾക്ക്? മാസല്ലോടെ മാസം അതിലോട് ഡ്യൂപ്ലിക്കേറ്റ് മുന്നോട്ടോ. കുട്ടനാട് ഇഷ്ടമാണ്. മാർക്ക് കുട്ടനാട് വരുന്നത്, ആലപ്പുഴ ജില്ല കുട്ടനാട്. മാർക്കോ മാർക്കോ അടിപൊളി പക്കാ മാസ്. ഇന്റർനാഷണൽ പെർഫോമൻസ് ഒന്നും പറയില്ല, പക്കാ മാസാണ്, സൂപ്പറാണ്. അവസാനം ഒരു ഇന്റർനാഷണൽ ലെവലാണ്. അവസാനത്തെ ഫൈറ്റ് ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഇഷ്ടം. അതെ അതെ, പക്കാ മാസം. പുള്ളിയുടെ ബോഡി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം അടിപൊളിയായിട്ട്, സൂപ്പറായിട്ട്, ഒന്നും പറയാനില്ല. അവസാനം ഒരു KGF ലെവലിലൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലാണ് പടം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് അതെ അതെ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാം. ഒന്നും പറയാനില്ല. കുറച്ച് വയലൻസ് ഉണ്ട്, ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ പടത്തിന്റെ ഒരു ഇന്റർനാഷണൽ ലെവലാണ് പടം എടുത്തിരിക്കുന്നത്. ഒരു മലയാളം സിനിമ ഇന്റർനാഷണൽ ലെവലിൽ എടുക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഇത് തന്നെയാണ്. ഒരു രക്ഷയില്ല. ക്രിസ്മസ് നോക്കിയോ? ക്രിസ്മസ് നോക്കി തന്നെ പറയാം. വേറെ പടങ്ങളുണ്ടല്ലോ, മലയാള സിനിമ അറിയുണ്ടല്ലോ. ഫാമിലി വാച്ചബിൾ ആണ്. ഒരു വയലൻസ് ഉണ്ട്, വയലൻസ് ലാസ്റ്റ് ആണ്. അതായത് പടത്തിന്റെ ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. മാർക്കോ സിനിമ കണ്ടിറങ്ങി വന്നിരിക്കുകയാണ്. ഉണ്ണിമൂന്നിന്റെ ഗംഭീര പടം. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം കണ്ട അടിപൊളി പടം. ഉണ്ണിമൂന്നിന്റെ ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. അവന് നല്ല അടിപൊളി സീൻസാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജഗദീഷ് ചേട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. കാരണം ജഗദീഷിന്റെ വ്യത്യസ്തമായ ഒരു വേഷമാണ്. പിന്നെ സിദ്ദിഖ് ജഗദീഷ് കോംബോ വയലൻസ് അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ് ഈ സിനിമ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വയലൻസ് സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുപ്പക്കാർ യൂത്തിനല്ല ഇഷ്ടപ്പെടുന്ന ഒരു പടത്തിൽ ഗംഭീര പടമാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഉണ്ണിമൂന്ന് ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരീരമാണെങ്കിലും അതുപോലെ തന്നെ ബോഡിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് പുള്ളി കാത്തു സൂക്ഷിച്ചിട്ട് പടത്തിന് വേണ്ടി. പിന്നെ നല്ല വില്ലന്മാരുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളാണെങ്കിലും പുതുമുഖങ്ങളാണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്, അടിപൊളി പടം. എനിക്ക് ഓക്കെയാണ്, വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. ആക്ഷനും വയലൻസും എല്ലാം പ്രതീക്ഷ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പടം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റ് മാത്രം കുറച്ച് വീക്കായിട്ട് തോന്നി. നായകനൊരു ഹീറോ ആണെങ്കിലും ഒട്ടും ബുദ്ധിയില്ലാത്ത നായകനായി പോയി. അതിൻ്റെ ഒരു കുറവ് മാത്രമുണ്ട്. അല്ലാണ്ട് നോക്കുമ്പോൾ ആക്ഷൻ ആയാലും വയലൻസ് ആയാലും എല്ലാം പൊളിയാണ്, ഒരു രക്ഷയില്ല. പെർഫോമൻസ് ഓക്കെയാണ്. ഞാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം ആളുടെ ഡയലോഗ് ഡെലിവറിയിലെ ഷോക്കുമാണ്. ഇതിലെ ആൾക്ക് അധികം ഡയലോഗില്ല, എല്ലാം ആക്ഷനാണ്. അതുകൊണ്ട് പുള്ളി അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ആയാലും പുള്ളി അത്യാവശ്യം ഓക്കെയാണ്. ലാഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട്. ഈ സിനിമയ്ക്ക് ചേരാത്ത രീതിയിലൊരു പാട്ടുണ്ട്, കുറച്ച് ശോകം ആയിട്ടൊരു പാട്ടുണ്ട്. ആ സിനിമയുടെ ടോണിനൊട്ടും ചേരില്ല. ആ ഒരു സീൻസും കുറച്ച് ഇത് ലാഗ് തോന്നും നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ പടം ഓക്കെയാണ്. അതെ, വയലൻസ് സീൻസ് വെച്ചിട്ട് ഇത് കടത്തി വിട്ടും. കാരണം കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീൻസ് ഇഷ്ടംമാരിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനാണ് കുറച്ചുകൂടി മേലെയുള്ളത്. പക്ഷെ കില്ലിൽ കുറച്ചും കൂടി നമുക്ക് റിയലിസ്റ്റിക് ആണ് കുറച്ചുകൂടി. എന്താണ് തിയേറ്റർ എക്സ്പീരിയൻസ്? അതെ അതെ, ഇത് തിയേറ്റർ കാണേണ്ട സിനിമയാണ്. കാരണം ത്രൂ പറഞ്ഞ മാതിരി ചിലപ്പോൾ നെക്സ്റ്റ് ഡേയിലെല്ലാം സിനിമ ട്രിം ആവാൻ ചാൻസ് ഉണ്ട്. അമ്മാതിരി വയലൻസ് സീൻസ് ഉണ്ട്. പടം മോനെ രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മളോട് മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്നല്ല ഇതിനെപ്പറ്റി പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അതിലും മേലെയാണ്. മലയാളത്തിൽ കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ വേറെ ഒന്നിലും ഇത്ര അധികം കണ്ടിട്ടില്ല. എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് പേഴ്സണലി വയലൻസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ തിയേറ്ററിലൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു. ഉണ്ണീൻ്റെ സ്വാഗ് സീൻസ് ഒരു രക്ഷയില്ല. പിന്നെ എടുത്തു പറയേണ്ട ആളാരോ വില്ലൻ. നമുക്കില്ലേ ഇമോഷൻസ് ഇങ്ങനെ, അതാണ് പറഞ്ഞത്, നമുക്ക് വെറും അടിപിടി മാത്രമല്ല, ഇമോഷണലി കണക്റ്റഡ് കൂടിയാണ് ഈ സിനിമ. ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അതുകൊണ്ട് ഫാമിലിക്ക് എന്തായാലും വന്നിട്ട് കാണാൻ പറ്റും. പിന്നെ എന്തുവാ പറയണേ, രവി ബസ്റ്റുവിൻ്റെ മ്യൂസിക് ഒരു രക്ഷയിലാട്ടോ. നമ്മൾ ആ സമയം ഇരുന്ന് കാണുന്നവരെ ഭയങ്കര രസമായിരിക്കും. ഒരു വൈബ് അടിച്ചിട്ട് കാണാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ഗൂസ് ബംസ് അങ്ങനെയല്ലേ, പിന്നെ ഉറപ്പായിട്ടും അറിയാലോ
പിന്നെ എന്താ പറയണ്ടേ, എല്ലാവരും ഇതിൽ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറും ഭയങ്കര യങ്ങാണ്, പ്രൊഡക്ഷൻ കമ്പനി അതുപോലെ ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഭയങ്കര ക്വാളിറ്റിയിൽ ഭയങ്കര സ്റ്റൈൽ സ്വാഗായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, ആൻസൺ ആണെങ്കിലും, പിന്നെ എനിക്ക് തോന്നുന്നു അഭിമന്യു ആയിരിക്കും. അയ്യോ വില്ലനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൻസൺ ഭയങ്കരമായിട്ട് സ്റ്റൈലായിട്ടുണ്ട്, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം അങ്ങനെ എല്ലാവരും യങ്സ്റ്റേഴ്സ് എന്തായാലും ഇപ്പോൾ ഉറപ്പായിട്ടും. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര വയലൻസ് അല്ലേ ഇഷ്ടം. താങ്ക് യു.